കെ സോണി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. AKMDS അസോസിയേഷൻ പ്രതിനിധിയാണ് അദ്ദേഹം. ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഫെഡറേഷൻ പ്രതിനിധി. ശ്രീ സോണി, ഇതിപ്പോൾ CITUവിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് സമരം നടന്നത്. നിങ്ങൾക്ക് ഈ പരിഷ്കരണം സംബന്ധിച്ച് ആശങ്കകൾ ഇല്ലേ? നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ സമരത്തിന്റെ ഭാഗമാകാതിരുന്നത്? നിങ്ങളൊരു നോൺ പൊളിറ്റിക്കൽ സംഘടനയാണ് എന്നതറിയാം. ഈ CITU ഉയർത്തുന്ന ആശങ്കകൾ നിങ്ങൾക്കും അതേപടി തന്നെ ഉണ്ടോ? നിങ്ങളുടെ സമരരീതി മറ്റൊന്നാണോ? എന്തൊക്കെയാണ് നിങ്ങൾ ഈ വിഷയത്തിൽ കാണുന്ന പോരായ്മകൾ? തീർച്ചയായും ഞങ്ങൾക്ക് നല്ല ആശങ്കയുണ്ട്. അതായത് ഈ 4/2024 എന്ന സർക്കുലർ അത് വന്നതിന് ശേഷമാണ് ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പൊ ഇന്ന് CITU നടത്തിയ ഈ ഇന്നത്തെ പ്രക്ഷോഭ പരിപാടികൾ അതിനു മുൻപേ തന്നെ ഞങ്ങളുടെ സംഘടനയുടെ പേര് AKMDS I&W, അതായത് ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ എന്നാണ്. അപ്പൊ ഞങ്ങൾ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ബുധനാഴ്ച ഞങ്ങൾ കേരളത്തിലെ എല്ലാ ജോയിന്റ് RTO ഓഫീസ് കേന്ദ്രങ്ങളിലേക്ക് ഞങ്ങൾ പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. അപ്പൊ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം, കേരളത്തില് ഈ പറഞ്ഞ പോലെ ഏകദേശം 6600ഓളം ഡ്രൈവിംഗ് സ്കൂളുകൾ നിലവിലുണ്ട്. അതിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ഏകദേശം 1,00,000-ഓളം ആളുകൾ തന്നെ നിലവിലുണ്ട്. ഇവരെയൊക്കെ പട്ടിണിയാക്കുന്ന രീതിയിലാണ് ഇപ്പം വന്നിരിക്കുന്ന 4/2024 സർക്കുലർ ബാധിച്ചിരിക്കുന്നത്. ഒരിക്കലും ഞങ്ങള് കാലോചിതമായ മാറ്റങ്ങളെ ഞങ്ങൾ എതിർക്കുന്നില്ല. ഇതിപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുക എന്നത് നിർത്തിവെക്കാൻ ആർക്കും ആകില്ല. ആ ലൈസൻസ് കൊടുക്കുന്നത് കുറച്ചുകൂടി പരിഷ്കരിക്കുകയാണ്, കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള ചില നിർദ്ദേശങ്ങളാണ് ഇതിനുള്ളത് എന്നതാണ് മന്ത്രിയുടെ ഭാഗമായിട്ടുള്ളവർ പറയുന്നത്. ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ഈ ചർച്ചയിൽ കേരള കോൺഗ്രസ് BA പ്രതിനിധീകരിച്ച് ആരെങ്കിലും കിട്ടുമോ എന്ന് നമ്മൾ അന്വേഷിച്ചിരുന്നു. മന്ത്രിയെ നേരിട്ട് തന്നെ കിട്ടുമോ എന്ന് പരിശോധിച്ചിരുന്നു. പക്ഷേ അവരൊന്നും ഈ വിഷയത്തിൽ പരസ്യമായി പ്രതികരിക്കാനില്ല എന്ന ഒരു നിലപാടിലാണ്. ഈ വിഷയം കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത് മുന്നണി മര്യാദകൾക്ക് യോജിച്ചതല്ല എന്നതുകൊണ്ട് കൂടിയാകും അത്തരം ഒരു തീരുമാനം അവർ എടുക്കുന്നത്. അവർ ചർച്ചയിൽ പങ്കെടുക്കാനില്ല എന്ന് അറിയിച്ചു. അതുകൊണ്ടാണ് അവരുടെ പ്രതിനിധി ഇല്ലാത്തത്. പക്ഷേ പല മാധ്യമങ്ങളുമായുള്ള സംസാരത്തിലുമൊക്കെ മന്ത്രി സൂചിപ്പിക്കുന്നത് ഇത് പരിഷ്കരിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് എന്നതാണ്. അപ്പോൾ ഈ സംവിധാനം പൂർണ്ണമായും നിർത്തിവെച്ച് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ജോലി നഷ്ടമാകുമെന്ന ഒരു സാഹചര്യമോ ആശങ്കയോ ഒന്നും ഇല്ല. പക്ഷേ കൂടുതൽ പരിഷ്കരിക്കുന്നു. അപ്പോൾ ലൈസൻസ് കൊടുക്കുന്നവരുടെ എണ്ണം ഒരു ദിവസം എന്നതിന്റെ കണക്ക് ചുരുക്കുന്നു. അതിന് പ്രത്യേക ഒരു സംവിധാനം വരികയാണ്. അപ്പോൾ എല്ലാവർക്കും ജോലി നഷ്ടപ്പെടുമോ, ഞങ്ങളുടെ ജോലി പോകുമോ എന്നൊക്കെയുള്ള ആശങ്ക നിങ്ങളെ സംബന്ധിച്ച് എന്തിനാണ്? ലൈസൻസ് കൊടുക്കാതിരിക്കുക എന്നത് പറ്റുന്ന കാര്യമല്ലല്ലോ, അത് സംഭവിക്കുമല്ലോ. അപ്പോൾ പിന്നെ എന്തിനാണ് ഇത്ര വലിയ ആശങ്ക നിങ്ങൾക്ക്? ഞങ്ങൾ ഒരിക്കലും പരിഷ്കാരങ്ങളെ ഞങ്ങൾ എതിർക്കുന്നില്ല. കാലോചിതമായ പരിഷ്കാരങ്ങളെ ഞങ്ങൾ അനുകൂലിക്കുകയാണ്. അത് നിർബന്ധമായിട്ടും വരണം. കേരളത്തില് ഇപ്പൊ ഏകദേശം നേരത്തെ സൂചിപ്പിച്ച പോലെ 9 സ്ഥലങ്ങളിൽ മാത്രമേ കേരളത്തില് സ്വന്തമായിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ട് മോട്ടോർ വാഹന വകുപ്പിനും. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലും വാടകയ്ക്കെടുത്ത സ്ഥലങ്ങളിലൊക്കെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നത്. കേരളത്തിലൊരു ഏകീകൃത ടെസ്റ്റിംഗ് സമ്പ്രദായം വരണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ സംഘടനയുടെ ആവശ്യം തന്നെ. ഇപ്പോ നിലവില് കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഈ കമ്പ്യൂട്ടറൈസ്ഡ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ അതിനെ എതിർത്തിട്ടില്ല. ഇവിടെ കോഴിക്കോട് വന്നിട്ടുണ്ട്, തിരുവനന്തപുരം വന്നിട്ടുണ്ട്, അതുപോലെ കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിലുണ്ട്, കണ്ണൂരുണ്ട്. പല സ്ഥലങ്ങളിലും കമ്പ്യൂട്ടറൈസ്ഡ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകൾ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ചിട്ടുണ്ട്. 6 കോടി 7 കോടി രൂപ മുടക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അവിടങ്ങളിലൊക്കെ സ്ഥിതി എന്താണ് ഇപ്പൊ നിലവിൽ നടക്കുന്നത്? അവിടങ്ങളിലൊക്കെ പഴയ രീതിയിലുള്ള ആ കമ്പി കുത്തിയുള്ള ടെസ്റ്റ് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഞങ്ങൾ അതല്ല ആവശ്യപ്പെടുന്നത്. ഒരു ഏകീകൃത സ്വഭാവം കേരളത്തിൽ മൊത്തം ഡ്രൈവിംഗ് ടെസ്റ്റിന് വരട്ടെ, ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷെ പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള ടെസ്റ്റ് വരുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ ടെസ്റ്റിന്റെ എണ്ണത്തെ കുറിച്ച് പറഞ്ഞു. നമുക്കറിയാം ഇപ്പൊ നിലവില് 1998 നമ്മുടെ ബഹുമാന്യ KJ ജോസഫ് സാറ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആയിരുന്ന സമയത്ത് ഒരു സർക്കുലർ ഇറക്കിയിരിക്കുന്നു ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ എണ്ണത്തെ കുറിച്ച്. അന്ന് ഇതിന്റെ വിഷമതകളൊക്കെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതിന്റെ പേരില് അദ്ദേഹം പുതിയൊരു സർക്കുലർ ഇറക്കി. അതായത് നിലവിൽ 40 ഫ്രഷ് കാൻഡിഡേറ്റ്സിനും ബാക്കി 20 ഫെയിൽഡ് കാൻഡിഡേറ്റ്സിനും ടെസ്റ്റിന് ഹാജരാകാം എന്ന് പറഞ്ഞിട്ട് സർക്കുലർ ഇറക്കി. അന്നത്തെ അവസ്ഥയാണോ ഇന്നിപ്പോ നിലവിലുള്ളത്? അന്നത്തെ വാഹനങ്ങളുടെ എണ്ണമാണോ ഇപ്പൊ നിലവിലുള്ളത്? നിലവിൽ വരുന്ന അപേക്ഷകരുടെ എണ്ണം എത്രയാണ്? അപ്പൊ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ എണ്ണം ഒരു ഉദ്യോഗസ്ഥന് ഇത്രേ ടെസ്റ്റ് എടുക്കാൻ പാടുള്ളൂ എന്നാണ് നിശ്ചയിക്കുന്നതെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ അതിനുള്ള ഉദ്യോഗസ്ഥരെ നിയമിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം കുറയ്ക്കാതിരിക്കുക, അതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം. മാത്രമല്ല ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം കുറയ്ക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കാലാകാലങ്ങളായി അതാണ് നടത്തി വരുന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിയുന്ന എത്ര പേർക്ക്
റോഡിലൂടെ മര്യാദയ്ക്ക് വാഹനം ഓടിക്കാൻ കഴിയുന്നു എന്ന ഒരു ചോദ്യമില്ലേ? ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ എത്ര കാലം എടുത്താണ് അവർ ഒരു പൊതുനിരത്തിൽ വാഹനം ഓടിക്കാൻ പറ്റുന്ന വിധത്തിൽ പ്രാപ്തരാകുന്നത് എന്നത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇത് ഒരു പേപ്പർ എങ്ങനെയെങ്കിലും കരസ്ഥമാക്കുക എന്ന രീതിയിലാണ് ഡ്രൈവിംഗ് സ്കൂളുകളുടെ ഇപ്പോഴത്തെ പ്രവർത്തനം. അങ്ങനെയാണ് ഡ്രൈവിംഗ് ലൈസൻസുകൾ ആളുകൾക്ക് ലഭിക്കുന്നത്. അത് നമ്മളുടെ നിരത്തുകളിൽ ഉണ്ടാക്കുന്ന ദുരിതം എന്താണ് എന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പരിഷ്കരണം വേണം. ആ കാര്യങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നു എന്ന് ഉറപ്പാക്കണം. അതനുസരിച്ച് ചില മാറ്റങ്ങൾ വരുമ്പോൾ അതിനോട് തീർത്തും മുഖം തിരിച്ചു നിൽക്കുക എന്നൊരു സമീപനം എടുക്കുന്നത് ശരിയാണോ? മാഡം, അത് ഇന്ത്യയിലെ ഏറ്റവും, നമ്മളുടെ ഇന്ത്യ രാജ്യത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും നിലവാരമുള്ള രീതിയിൽ ടെസ്റ്റ് നടക്കുന്ന ഏക സംസ്ഥാനം നമുക്ക് കേരളമാണെന്ന് പറയാം, മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ. ഇപ്പോൾ തന്നെ ഇവിടെ നടക്കുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് കുറ്റമറ്റ രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തി ഒരു ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ MBBS കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ ഒരാൾ ഡോക്ടറായിട്ട് ജോലി ചെയ്യുകയാണ് ചെയ്യുന്നത്. LLB കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ അയാൾ കോടതിയിൽ പോയി വാദിക്കുമോ? പ്രാക്ടീസിലൂടെ നടക്കുള്ളൂ. ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് പ്രാക്ടീസ് ചെയ്തിട്ട് അവർക്ക് റോഡിലോടാൻ അവർ പ്രാപ്തരാകുന്നു. ഏറ്റവും കൂടുതൽ അപകടം നടത്തുന്ന ആരാ? ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ആൾക്കാരാണോ? പഠിക്കുന്ന ആൾക്കാരാണോ? അല്ല. ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ച് എക്സ്പീരിയൻസ് ആയ ആൾക്കാരുടെ അടുത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നല്ല അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റ് കുറ്റമറ്റ രീതിയിൽ നടത്തണം. അത് 100% ഉറപ്പാണ്. അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിലൊക്കെ ഏകീകൃത ഡ്രൈവിംഗ് ടെസ്റ്റ് സംവിധാനം വന്നോട്ടെ, യാതൊരു കുഴപ്പമില്ല. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശരി, പ്രാഥമികമായി നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് വിശദീകരിച്ചു. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം.